ഹലോ ഗൈസ്, വെൽക്കം ടു വിന്റർ സീരീസ് പാർട്ട് 1. അപ്പോൾ നമ്മൾ ഇന്ന് ചൈനയിലൊരു മാർക്കറ്റിലേക്ക് ഫിഷും മീറ്റും ഒക്കെ മേടിക്കാൻ വേണ്ടി പോവാണ്, അതും മെട്രോയിൽ. അല്ലീപ്പേ സ്കാൻ ചെയ്ത ടിക്കറ്റ് എടുത്ത് ഗൈസ് 2 സ്റ്റോപ്പ് കഴിഞ്ഞിട്ടാണ് നമ്മുടെ മാർക്കറ്റ് വരുന്നത്. അങ്ങനെ ഞങ്ങൾ മാർക്കറ്റിൻ്റെ റോഡ് എത്തി. അവിടെ എത്തി കഴിഞ്ഞപ്പോൾ ഫുൾ സ്ട്രോബെറി സീസണാണ് ഗൈസ്. ഇങ്ങനെ സ്ട്രോബെറി ഒക്കെ കണ്ട് ഞങ്ങൾ മാർക്കറ്റിൻ്റെ ഫ്രണ്ടിലെത്തി ഗൈസ്. ഇതിൻ്റെ മുകളിലത്തെ നില എന്ന് പറഞ്ഞാൽ ഫുള്ള് വെജിറ്റബിൾസും ഫ്രൂട്ട്സും ആണെങ്കിൽ താഴെ ഫുള്ള് മീറ്റും ഫിഷും ഒക്കെയാണ്. അപ്പോൾ നമ്മൾ കയറുമ്പോൾ തന്നെ ഫുൾ പന്നിയിറച്ചിയാണ് ഗൈസ്, അതായത് പിഗിൻ്റെ മീറ്റ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ചൈനക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ് പന്നിയിറച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവർക്ക് ഇഷ്ടവും മാത്രമല്ല, ഇവിടെ ഏറ്റവും ചീപ്പായിട്ട് കിട്ടുന്ന ഇറച്ചിയും പന്നിയിറച്ചിയാണ്. അതുകൊണ്ട് നമ്മൾ വരുന്ന വൈബിൽ മൊത്തം പന്നിൻ്റെ കുടയിൽ പന്നിൻ്റെ എല്ലാ പാർട്സും കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ പന്നിയുടെ സെക്ഷനിൽ നിന്നൊക്കെ നേരെ ചിക്കൻ മേടിക്കാൻ നിന്ന് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ എല്ലാ പീസും സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ നോക്കിയപ്പോൾ ഒരു കരിങ്കോഴി ഗൈസ്. അങ്ങനെ നമ്മൾ ചിക്കൻ ബ്രസ്റ്റ് 2-3 പീസൊക്കെ എടുത്ത് ആക്കി കൊടുത്തായി. അത് ആയി അതൊക്കെ തൂക്കി ഞങ്ങളോട് കറക്റ്റ് വിലയൊക്കെ പറഞ്ഞു. അപ്പോൾ ഏകദേശം ഒരു 12 കാനൊക്കെ ആയിട്ടുള്ളൂ ഗൈസ്. അത് നമുക്ക് വലിയ എക്സ്പെൻസീവായി തോന്നിയില്ല. അങ്ങനെ തിരിച്ചു വരുമ്പോൾ ഒരു കുട്ടി ഗൈസ് എത്ര നോക്കിയിട്ടും മൈൻഡാക്കുന്നില്ല, ക്രൈസാന്ന് തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങളെ ശൂശുവിനെ കണ്ടു. ശൂശു കുറേ വർത്താനം പറഞ്ഞു, മീൻ വേണമെന്ന് വെച്ച് കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ മീനിൻ്റെ സെക്ഷനിലെത്തിയപ്പോഴോ പലതരം മീൻ. അങ്ങനെ മീനിൻ്റെ സെക്ഷൻ എത്തി കഴിച്ച്. ഇവിടെ ഞണ്ടുണ്ട്, മീനുണ്ട്, എല്ലാം ഉണ്ട്. എല്ലാം ജീവനുള്ളതുകൊണ്ട് ജീവനില്ലാത്തതുണ്ട്. അങ്ങനെ ഞങ്ങൾ നോക്കുമ്പോൾ ഒരു മസിൽമാൻ ഞണ്ട് ഗൈസ്. പിന്നെ കുറച്ച് നീരാളി കുട്ടന്മാരെ ഇവിടെ ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ ഒരു ചങ്ങായി വെറുതെ അവിടെ കൈയിട്ട് കളിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ അങ്കിളിനോട് എന്ത് ചെയ്ത് ഒരു മീൻ എടുത്തരാൻ പറഞ്ഞു, ശൂശുവിനോട്. അപ്പോൾ ശൂശു ചിരിച്ചുകൊണ്ട് മീനിനെ കവറിലിട്ട് തന്നു. അങ്ങനെ ഞങ്ങൾ പറഞ്ഞു അതിനൊന്ന് കൊന്നു തരുമെന്ന് വെച്ചപ്പോൾ അങ്കിള് അതിനിപ്പോൾ എന്താണെന്ന് പറഞ്ഞിട്ട് ഫുൾ എല്ലാം ക്ലീൻ ചെയ്ത് നല്ല സുന്ദര കുട്ടപ്പനാക്കിയിട്ട് കവറിലേക്ക് ആക്കി തരുന്നതാണ് ഞങ്ങൾ കണ്ടുകൊണ്ട്. അങ്ങനെ ഞങ്ങളത് ഫുള്ള് ക്ലീൻ ചെയ്ത് പാവങ്ങൾ. അങ്ങനെ ഞങ്ങൾക്ക് തിരിച്ചു തന്ന് ഞങ്ങൾ തിരിച്ചു പോകാം. അങ്ങനെ ഞങ്ങൾ മീനൊക്കെ മേടിച്ച് നേരെ മുകളിലേക്ക് വന്നു. മുകളിൽ ചെന്നപ്പോൾ ഇവിടെ ഒരു ആയി എന്തൊക്കെയോ വറുത്ത് വെച്ച് വിൽക്കുന്നുണ്ട് ഗൈസ്. ലൈസിനെ കൊടുക്കത്തെ വിലയതുകൊണ്ട് ഞങ്ങളത് മേടിക്കാറില്ല. ഇത് തിന്നാൻ പറ്റണമായതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് മേടിച്ചു. ഞങ്ങൾ 3 കവർ അങ്ങോട്ട് മേടിച്ച് കഴിഞ്ഞ് ഞങ്ങൾ ഫ്രൂട്ട്സിൻ്റെ സെക്ഷനിലെത്തി. നോക്കുമ്പോണ്ട് ഗൈസ് കൈതച്ചക്ക. ഇങ്ങനെയൊക്കെ കൈതച്ചക്ക എന്നാലും നമ്മളെ നാട്ടിൽ എല്ലാവരും വാങ്ങും. അങ്ങനെ ഞങ്ങൾ പോരുമ്പോണ്ട് ഇവിടെ നിറച്ച് ഫ്രൂട്ട്സ് ആയിട്ട് ഞങ്ങൾ അങ്കിളിനോട് കുറച്ച് ഓറഞ്ച് ഇട്ട് വെച്ചു. ആ അങ്കിളാണെങ്കിൽ ഉള്ള ഓറഞ്ച് മൊത്തം അതിൽ പെടുത്തിയിട്ട്, പിന്നെ ഭാഷ അറിയാത്തതുകൊണ്ട് നമ്മൾ വലിയ മൈൻഡാക്കാത്തതുകൊണ്ട് അതൊന്ന് വാങ്ങിയിട്ട് തിരിച്ച് നടക്കുമ്പോഴാണ് ഗൈസ് ഇവിടെ ഫുള്ള് മഞ്ഞാണ് ഗൈസ്. ചൈനയിൽ വന്നിട്ട് ഇമാതിരി മഞ്ഞ് ഞങ്ങൾ ഇപ്പോഴാണ് കാണുന്നത്. -4 ആണെന്ന് വെച്ച് മഞ്ഞ് ഇങ്ങനെ ഉണ്ടാവും. എങ്ങനെയൊക്കെ ആ കവറും കൊണ്ട് ഞങ്ങൾ നടന്ന് കഷ്ടപ്പെട്ട് അവിടെ എത്തി. അങ്ങനെ മേലെ വീണ സ്നോ മൊത്തം തട്ടി മാറ്റി ഞങ്ങൾ നേരെ മെട്രോ സ്റ്റേഷനിൽ വിട്ടുപിടിച്ച്. അവിടെയാണ് ഫൺ പാർട്ട് ഗൈസ്. നമ്മൾ വാങ്ങിയ ഇറച്ചിയും മീനും എല്ലാ സകല സാധനവും മെഷീൻ വഴി കടത്തി വിടണം. അങ്ങനെ എന്നെ ആദ്യം ഫുൾ സ്കാൻ ചെയ്ത് മെഷീൻ നമ്മളെ ചിക്കനെയും എല്ലാ സാധനത്തിനും സ്കാൻ ചെയ്ത് നമ്മൾ തിരിച്ചു തന്നു. ഗൈസ് ഞങ്ങൾക്ക് മനസ്സിലായതൊന്നും സ്കാൻ ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ വീണ്ടും ഏതാണ്ട് ഒരു 8 മണിയൊക്കെ ആയപ്പോൾ തിരിച്ച് വീണ്ടും ക്യാമ്പസിലെത്തി ഗൈസ്. അപ്പോൾ ഇതാണ് ഞങ്ങൾ പഠിക്കുന്ന ഷിയാൻ ജോതാങ് യൂണിവേഴ്സിറ്റി. കണ്ടാൽ തന്നെ അറിയാം മൊത്തം സ്നോയിലും കിടക്കണം ഗൈസ്. അപ്പോൾ ബാക്കി